ആക്ഷേപിച്ചാൽ എനിക്കൊരു ചുക്കും അതില്ല, ഞാൻ അതിനെ ഭയപ്പെടുന്നുമില്ല. ഉള്ളത് പറയുക. നിങ്ങളെപ്പോലത്തെ ഈ മൊയ്ലിയാക്കന്മാര് വരും എന്നറിയാവുന്നത് കൊണ്ടാണ് അല്ലാഹു തആല മുജാഹിദിനെയും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ യാത്രയാക്കിയത്. നിങ്ങളുടെ ഈ പ്രവർത്തനം കണ്ടുകൊണ്ടാണ് പറയണത്, അല്ലാതെ അവരോട് താല്പര്യം ഉണ്ടായിട്ട് പറയണതല്ല. ഇത്രയും ശക്തമായി മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ളവര് ഏകദൈവ സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമാണ് ഈ ദീനെന്നും ബഹുദൈവ വിശ്വാസത്തിൽ കൊണ്ടുവരണമെന്നും അള്ളാഹു അല്ലാതെ മറ്റാരെയും ഒന്നും ചെയ്യാൻ പാടില്ലെന്നും ഒക്കെ പറഞ്ഞിട്ട് പോലും നിങ്ങളൊക്കെ വാനലോകത്ത് നടക്കുന്ന വിമാനം കൂട്ടിയിടിക്കാതിരിക്കുന്നു, മടവൂര് നോക്കിയിരിക്കുന്നതുകൊണ്ടാണെന്ന് ഒക്കെ പറയുന്നെങ്കിൽ ഈ പറച്ചൽ ഉണ്ടാകുന്ന അറിയാവുന്നത് കൊണ്ടാ ഇവരെയൊക്കെ അള്ളാഹു യാത്രയാക്കിയത്. അള്ള ഉണ്ടെന്ന് പറയാൻ, ഇപ്പൊ അള്ള ഉണ്ടെന്ന് പറയാൻ മൊയ്ലിയാരെ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ? നിങ്ങളെല്ലാ കാര്യവും അബൂബക്കർ മുസ്ലിയാർക്ക് കഴിയുമെന്ന് പറഞ്ഞല്ലേ നടക്കണേ. മടവൂർ അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന CM വലിയുള്ളാഹിക്ക് എല്ലാം കാണാൻ കഴിയുന്നു. അദ്ദേഹം ഔലിയ പോലുമാണോ, കുത്തുബാണോ, ഷെയ്ഖാണോ? അഭിപ്രായ വ്യത്യാസമാ. വിലായത്തിന്റെ അഹ്ലുകാരനാണെന്ന് ആലിമ്യങ്ങൾ പറഞ്ഞുകൊണ്ട് സമ്മതിക്കാം. കാരണം വിലായത്തിന്റെ അഹ്ലുകാർക്ക് പല അവസ്ഥയുണ്ട്. അതിൽപ്പെട്ട ഒരവസ്ഥയാണ് മജ്ദൂബ്. ജസുബിന്റെ ഹാലുമായി അദ്ദേഹം കുളിക്കാതെ, വസ്ത്രം മാറാതെ, വൃത്തിയില്ലാതെ, നിസ്കരിക്കാതെ, നോമ്പില്ലാതെ കറങ്ങി നടന്നു. അത് മസ്താന്മാര്, അത് ഔലിയാക്കന്മാരുടെ ഒരു കോലമാണ്. പക്ഷെ ആ കോലത്തിൽ അവരെ പിൻപറ്റിക്കൊണ്ട് മറ്റുള്ളവർക്ക് നടക്കാൻ പാടില്ല. ഉദാഹരണം പറഞ്ഞാൽ വേങ്ങനയിൽ ഒരു കോയപ്പാപ്പ ഉണ്ടായിരുന്നു. ആ കോയപ്പാപ്പ ജീവിച്ചിരിക്കുന്ന കാലത്ത് കോയപ്പാപ്പയെ കാണാൻ റമദാൻ മാസത്തിൽ കുറച്ച് കാക്കാന്മാര് ചെന്നു. ആ ചെന്നവർക്കൊക്കെ കോയപ്പാപ്പ ചായ കൊടുത്തു. ആ ചായ കൊടുത്തവരൊക്കെ വാങ്ങിച്ചു കുടിച്ചു. ആ കുടിച്ചവര് മുഴുവനും നോമ്പും പോയി. അവരൊക്കെ അള്ളാഹിനോട് സമാധാനം പറയണം. കോയപ്പാപ്പ സമാധാനം പറയുകയും വേണ്ട. അതെന്താ? കോയപ്പാപ്പാക്ക് നോമ്പ് തക്ലീഫില്ല. അയാൾ മസ്താനായി പോയി. അയാൾ ലോകത്തെ കുറിച്ച് അറിയില്ലാത്ത ഒരു മറഞ്ഞ അവസ്ഥയായി പോയി. അതുപോലെ മടവൂർ ഒരു മറഞ്ഞ അവസ്ഥയിൽ കുറെ കാലം CM വലിയുള്ളാഹി കറങ്ങി നടന്നു. അവസാനം ആ കറക്കം നിർത്തി ഷെയ്ഖിന്റെ വള്ളിയുടെ അരികത്തുള്ള മൂപ്പന്റെ വീട്ടിൽ കിടപ്പായി. ആ കിടപ്പായ സമയത്തിന് ഈ പറയപ്പെടുന്ന ശരീഅത്തിന്റെ ഒരു നിയമവും അദ്ദേഹം പാലിച്ചിരുന്നില്ല. ആ കിടപ്പിൽ അങ്ങനെ തന്നെ മരിച്ചും പോയി. ശരീഅത്തിന്റെ നിയമം തെറ്റി മജ്ദൂബായി, മസ്താനായി കുറെ കാലം നടന്നിട്ട് അവസാനം ഒന്ന് തെളിയും. അങ്ങനെ തെളിവിന്റെ ഹാലിൽ വന്നിട്ട് മരിച്ചു പോകുന്ന മഹാന്മാരുണ്ട്. ഇദ്ദേഹം അങ്ങനെയുമല്ല. ഇദ്ദേഹം അതേ അവസ്ഥയിലാണ് മരണപ്പെട്ടു പോയത്. അങ്ങനത്തെ അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് കുത്തുബുൽ ആലമാണ്, കുത്തുബുൽ ജമാനാണ്. മടവൂർ ഇന്നലെ രാത്രി എന്റെ വീട്ടിൽ വന്ന് എന്നോട് പറഞ്ഞു, മടവൂർ അങ്ങനെ പറഞ്ഞു, മടവൂർ ഇങ്ങനെ പറഞ്ഞു. തനിക്കൊക്കെ എന്ത് കാശാ കിട്ടുന്നതിന്, ഇങ്ങനെ പ്രചരിപ്പിക്കുന്നതിന്, ഈ ദുഷ്പ്രചരണം നടത്തുന്നതിന്, ഈ കളവ് പ്രചരിപ്പിക്കുന്നതിന്? ഇത് പച്ച കളവല്ലേ എടോ മൊയ്ലിയാരെ ഈ പറയണത്? ട്രെയിനിനെ കൈ കാണിച്ചു നിർത്തിയതും അതുപോലെ തന്നെ ഒരു ഇല അനങ്ങൂലാന്ന്. വാനലോകത്ത് ഒരു മരത്തിലുള്ള ഒരു ഇലയുണ്ടല്ലോ, മടവൂര് CM വലിയുള്ളാഹിയുടെ അനുവാദം ഇല്ലാതെ അനങ്ങൂലാന്ന്. അപ്പൊ പിന്നെ അള്ളാന്റെ അനുവാദം ഇല്ലാതെ അനങ്ങൂലാന്ന് വേറൊരാൾ പറയണു. ഇതിപ്പോ ഏതാ ഞങ്ങൾ വിശ്വസിക്കണ്ടേ? എടോ കാക്ക, ഏതാ ഞങ്ങൾ വിശ്വസിക്കണ്ടേ? അള്ളാഹു അറിയാതെ ഇവിടെ ഒന്നും നടക്കൂല എന്ന് പറയുന്നു. നിങ്ങൾ പറയുന്നു മടവൂര് അബൂബക്കർ മുസ്ലിയാർ അറിയാതെ വരെ ഇല അനങ്ങൂല എന്ന്. ഇതിലേതാണ് സത്യം? എന്തിനായി കൺഫ്യൂഷൻ ആക്കണേ? ഒരുപാട് പ്രവാചകന്മാരുടെ പ്രയത്നം വഴി ഇവിടെ ഉണ്ടാക്കിയെടുത്ത ആൾദൈവ വിശ്വാസം തകർത്ത് ഏകദൈവ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന ഈ നിത്യനൂതന വിപ്ലവ പ്രസ്ഥാനമായ പരിശുദ്ധ ഇസ്ലാമിനെ ഈ കളങ്കപ്പെടുത്തുന്ന യക്ഷിക്കഥയിലേക്ക് കൊണ്ടുപോയി അധപ്പതിക്കുന്നതിന് നിങ്ങൾക്ക് എത്ര രൂപ കിട്ടും? ഏത്